കിം പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രവേശന പരീക്ഷകളുടെ അന്തിമഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മഞ്ജുഷ് ഗോപാൽ ചേരുന്നു. മഞ്ജുഷ്, കേരളത്തിൽ ഇതിനകം തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു കിം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട്. ഈ ആശങ്കകൾ ഒഴിവാക്കാനാണ് ഇത്തവണ ചില പുനഃക്രമീകരണങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിസന്ധിയല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാവുക? സഹിത്ത് ഇക്കാര്യം പ്രതീക്ഷ ഒന്നുകൂടിയാണ്. ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് പൊതുവെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ വൈകിയിരിക്കുന്ന ഒരു സമയത്താണ് കീം പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് കീം എന്ന് പറയുന്ന സംസ്ഥാന പൊതുപ്രവേശന പരീക്ഷ, എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പൊതുപ്രവേശന പരീക്ഷയായ കീം, അതിൻ്റെ മാർക്കും അതോടൊപ്പം തന്നെ യോഗ്യതാ പരീക്ഷയുടെ, അതായത് +2 പരീക്ഷയുടെ മാർക്കും തമ്മിലുള്ള ഒരു ഏകീകരണം നടത്തിക്കൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ്, അതായത് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചില ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ആ ഫോർമുലയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പൊതുപ്രവേശന പരീക്ഷാ കൺട്രോളർ അവസാന നിമിഷം വരുത്തിയ ആ മാറ്റമാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രോസ്പെക്ടസിൽ ഒരു കാര്യം പറയുകയും പിന്നീട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മറ്റൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് അസാധുവാക്കുവാനായിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഫോർമുലയ്ക്ക് വിരുദ്ധമായിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുവാനുള്ള കാരണം അത് നേരത്തെ മുതൽ തന്നെ മുൻ വർഷങ്ങളിൽ ഉയർന്നു വന്നിരുന്ന ഒരു പരാതിയായിരുന്നു. അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ്, അതായത് കീമിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കേരള സിലബസിൽ +2 പഠിച്ച വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെട്ടുന്നു. അതിന് പകരമായിട്ട് CBSE വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം കിട്ടുന്നു. അങ്ങനെ ഈ മാർക്ക് ഏകീകരണം നടക്കുന്നത് സാമൂഹ്യ നീതിക്ക് എതിരാണ് എന്ന രീതിയിലുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു. അത് വലിയ പരാതിയായിരുന്നു. കേരള സിലബസിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർ പിന്തള്ളപ്പെടുന്നു എന്നുള്ള പരാതി വർഷങ്ങളായിട്ടുള്ളതാണ്. 2012 ഈ രീതിയിൽ മാർക്ക് ഏകീകരണം തുടങ്ങിയത് മുതൽ ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷം ഇത് വലിയ പരാതിയായി വരികയും ചെയ്തു. കാരണം കീമിൻ്റെ മാർക്കും പ്രവേശന പരീക്ഷയുടെ മാർക്കും +2 പരീക്ഷയുടെ മാർക്കും ചേർത്ത് ഈ വിവിധ ബോർഡ് എക്സാമുകളുടെ സിലബസുകൾ തമ്മിൽ ഏകീകരിക്കുമ്പോൾ, മാർക്കുകൾ തമ്മിൽ ഏകീകരിക്കുമ്പോൾ കേരള സിലബസുകാർക്ക് അവർ നേടിയ മാർക്കിനേക്കാൾ ഏതാണ്ട് 27 മാർക്ക് വരെ കുറവ് വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്തുണ്ടായ പരാതി. അതേ സമയത്ത് CBSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്യുന്നു. ഓരോ മാർക്കും അതിനിർണായകമാണ്. മാർക്ക് എന്ന് പറയുമ്പോൾ അവസാനം സ്കോറാണ് വരുന്നത്. അതായത് കീമിൻ്റെ റാങ്കും കീമിൽ കിട്ടിയ മാർക്കും +2 മാർക്കും തമ്മിലുള്ള ഒരു ഏകീകരണമാണ്. അപ്പോൾ സ്കോറാണ് അവസാനമായി കിട്ടുന്നത്. അതിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ തന്നെ റാങ്കുകൾ വളരെയധികം വ്യത്യാസപ്പെടും. അങ്ങനെ കഴിഞ്ഞ തവണ ആദ്യത്തെ 5000 റാങ്കുകൾ എടുത്തു നോക്കിയപ്പോൾ 2800 പേരും CBSEയിൽ പഠിച്ചവരായിരുന്നു. ഏതാണ്ട് 2100 2000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരള സിലബസിൽ പഠിച്ചവർ. ഇതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തവണ ഈ ഫോർമുലയിൽ മാറ്റം വരുത്തിയത്. അങ്ങനെ വരുമ്പോൾ തമിഴ്നാട് സർക്കാർ അവലംബിച്ച ഒരു രീതിയാണ് ഇത്തവണ കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് അവലംബിച്ചത്. അപ്പോൾ കേരള സിലബസുകാർക്ക് കൂടുതൽ അവസരം കിട്ടി, അവരുടെ മാർക്കുകൾ നഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ CBSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇക്കാര്യം അവർ സ്വാഭാവികമായും ഉന്നയിക്കുമെന്ന് നേരത്തെ തന്നെ അറിവുള്ളതായിരുന്നു. ഈ പ്രോസ്പെക്ടസിൽ വരുത്തിയിരിക്കുന്ന മാറ്റം അത് അവസാന നിമിഷമാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അറിയിച്ചതാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന്. പക്ഷേ അത് അവസാന നിമിഷമായിരുന്നു. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പൊതുപ്രവേശന പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്നത് പഴയ ഫോർമുലയായിരുന്നു മാർക്ക് ഏകീകരണത്തിന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ എഴുതിയത്. അതിനാൽ തന്നെ അവസാന നിമിഷം മാറ്റം വരുത്തുവാൻ സാധ്യമല്ല. അത് സാമൂഹ്യ നീതിക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനാൽ തന്നെ കീം റാങ്ക് ലിസ്റ്റ് റദ്ദായിരിക്കുകയാണ്. അതായത് എഞ്ചിനീയറിംഗ് പ്രവേശനം ഇപ്പോൾ നടക്കുകയില്ല. ഇപ്പോൾ തന്നെ വൈകി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഞ്ചിനീയറിംഗ് പ്രവേശനം
നടക്കുകയില്ല. അപ്പോൾ പഴയ ഫോർമുല അനുസരിച്ച് ഈ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ നിലവിലെ പരാതി അതുപോലെ തന്നെ തുടരും. കേരള സിലബസുകാർക്ക് അവസരം കുറയും. അതായത് കഴിഞ്ഞ വർഷം എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങൾ വരും. കേരള സിലബസുകാർക്ക് വലിയ തിരിച്ചടിയാണ്. കേരള സിലബസിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇത്തവണയും വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ നേരത്തെ കൂട്ടി ഇക്കാര്യം ആലോചിക്കാത്തതും നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പ്രോസ്പെക്ടസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താത്തതുമാണ് ഈ തിരിച്ചടിക്ക് കാരണം. ഇത് പല വിദ്യാഭ്യാസ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു അസമത്വം ഇക്കാര്യത്തിൽ കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ട്. അത് കേരള സിലബസുകാർക്ക് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യം പലതവണ പരാതിയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ആ സമയം സംസ്ഥാന സർക്കാർ അതിന് തയ്യാറായില്ല. സമിതിയെ വെച്ചിരുന്നു, അവർ പല നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. പക്ഷേ അത് വൈകിപ്പോയി. അത് പ്രവേശന പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്തവണ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണവും വൈകിയത്. പ്രവേശന പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ്, അന്തിമ റാങ്ക് ലിസ്റ്റ്, കീമിന്റെ റാങ്ക് ലിസ്റ്റ് വരുവാൻ വൈകിയിരുന്നു. അതിന് കാരണവും ഈ ഫോർമുലയിൽ ചില മാറ്റങ്ങൾ, മാർക്ക് ഏകീകരണത്തിൽ മാറ്റങ്ങൾ വരുത്താനായിരുന്നു. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാരിന് പിഴച്ചു. പ്രവേശന പരീക്ഷ കമ്മീഷന് പിഴച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. ഇവിടെ കേരള സിലബസുകാർക്ക് സഹായകരമായിരുന്നു പുതിയ ഫോർമുല, മാർക്ക് ഏകീകരണം. പക്ഷേ അങ്ങനെ കേരള സിലബസുകാർക്ക് സഹായകരമായ രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലെ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ കേരള സിലബസുകാർക്ക് ഒരു വിവേചനം ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം ഉണ്ടായത്. പക്ഷേ അത് നടപ്പിലായില്ല. അതിന് കാരണം ഇത് വൈകിയാണ് ഇങ്ങനെ ഒരു മാർക്ക് ഏകീകരണത്തിനുള്ള ഫോർമുല തയ്യാറായത്. അത് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി പുതിയ തീരുമാനം സംസ്ഥാന സർക്കാരിന് എടുക്കേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് പ്രവേശനം വഴിമുട്ടിയിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത്രയും വൈകിക്കഴിഞ്ഞു. അത് ഇനിയും വൈകിക്കഴിഞ്ഞാൽ അത് ഈ എഞ്ചിനീയറിംഗ് ക്ലാസുകൾ തുടങ്ങുന്നതിന് വൈകലുണ്ടാവും. അത് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരും. അവർക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഇവിടെ എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതേക്കുറിച്ചൊരു വിശദീകരണം നൽകുമെന്ന കാര്യം വ്യക്തമാണ്. എന്താണ് അടുത്ത നീക്കം എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. സഹിതം എന്തായാലും ഇത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കീം എഴുതിയ വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. അതാണ് വളരെ ഗുരുതരമായ രീതിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം തുടർ പഠനം എങ്ങനെയെന്നതിൽ വലിയ വെല്ലുവിളി ഉണ്ടാവും. അജാസ്,